കൊല്ലത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച യുവ ഡോക്ടറുടെ അവയവങ്ങൾ ദാനം ചെയ്തു. ഉമേനല്ലൂർ സ്വദേശി അശ്വിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. നമുക്ക് മകനെ നഷ്ടപ്പെട്ടു. അവനിലൂടെ ആരെങ്കിലും കിട്ടേണ്ടതെന്ന് ജീവിക്കാൻ വെറുതെ നമ്മൾ നശിച്ചു പോകും. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ നല്ല കാര്യം. അവനൊരു എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ചാരിറ്റി പ്രവർത്തനമായിരുന്നു എനിക്ക് കൂടി. അതുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്കത് ചെയ്യാതിരിക്കാം. കണ്ണനായർ ടെലിഫോൺ ലൈനിൽ ചേർന്ന വിവരങ്ങളുമായി. കണ്ണനായർ, സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു സഹായകമാകുമെങ്കിൽ അത് നടക്കുന്നതിൽ അവർക്ക് സന്തോഷമുണ്ട് എന്ന കാര്യം മറച്ചു വയ്ക്കുന്നില്ല. വിശദാംശങ്ങൾ എന്താ? സ്വന്തം മകൻ നഷ്ടമായി, പക്ഷേ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൊല്ലം ഉമേനല്ലൂർ സ്വദേശി മോഹനേന്ദ്രൻ നായർ അമ്മിണിയമ്മ ദമ്പതികളുടെ മകനാണ് അശ്വിൻ. അദ്ദേഹം MBBS കഴിഞ്ഞു. അതിനുശേഷം MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് 20-ാം തീയതി കോഴിക്കോട് വെച്ച് നീന്തൽക്കുളത്തിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത്. അതിനുശേഷം അദ്ദേഹത്തെ കൊല്ലത്തെ സാധാരണ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് ജീവനമായത്. ആ സമയത്ത് ഉപയോഗിക്കാവുന്ന മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാവുന്ന അവയവങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ദാനം ചെയ്യാനുള്ളതായിരുന്നു രക്ഷിതാക്കളുടെ തീരുമാനം. അങ്ങനെയാണ് ഈ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീധരയിലേക്കും കരൾ കിംസ് ആശുപത്രിയിലേക്കും കണ്ണ് ചൈതന്യ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയത്. ഇപ്പോൾ ഹൃദയവാൽവും കണ്ണും ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കരൾ കിംസ് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോകും. തന്നെയായാലും ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ, ഏറ്റവും തീവ്രമായ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം മകൻ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ഗുണമാകട്ടെ കരുതിയ രണ്ട് രക്ഷിതാക്കളെയാണ് ആശുപത്രി കാണാൻ സാധിക്കുന്നത്. ശരി, കണ്ണനാരാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. യുവ ഡോക്ടറാണ് അന്ത്യം സംഭവിച്ച അവയവങ്ങൾ ഇപ്പോൾ മറ്റു പലർക്കുമായി ദാനം ചെയ്യുന്നത്. ആ ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ പിതാവിൻ്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. സ്വന്തം നഷ്ടം അത് എത്രത്തോളം വലുതാണെന്ന് അറിയുമ്പോഴും ആ മനുഷ്യൻ അതൊക്കെയും മനസ്സിലൊതുക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹായകമാവുമെങ്കിൽ അതങ്ങനെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ വില എത്രത്തോളം എന്ന് തിരിച്ചറിയുകയാണ് നമ്മളെല്ലാവരും, അല്ലേ?